ക്വിക്കായിട്ട് തോട്ട് ഷെയർ ചെയ്യാൻ തോന്നുന്നത് മാത്യു 22 യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ഒരു സ്ക്രൈബ് വന്ന് ചോദിക്കുന്നു. സ്ക്രൈബ് എന്ന് പറയുന്നത് ഒരു തിയോളജി എന്നാണ്. ഈ കമാൻഡ്മെന്റ്സിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് എന്താ, അല്ലെങ്കിൽ ഏതാ എന്ന് ചോദിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു അതിന് മറുപടി പറയുന്നു, ആദ്യം മൊത്തം കമാൻഡ്മെന്റ്സിനെ നമുക്ക് രണ്ടായിട്ട് സമറൈസ് ചെയ്യാം. അതിൽ ആദ്യത്തത് ലവ് യു ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, ഓൾ യുവർ മൈൻഡ്, ഓൾ യുവർ സോൾ ആൻഡ് ഓൾ യുവർ സ്ട്രെങ്ത്. ആൻഡ് രണ്ടാമത്തത് ലവ് യു നെയ്ബർ ആസ് യുവർ സെൽഫ്. ഇത് രണ്ടും ആണ് ഫുൾ കമാൻഡ്മെന്റ്സിനെ കംപ്രൈസ് ചെയ്തിരിക്കുന്ന വേർഷൻ. ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യത്തിനകത്ത് ലവ് യു നെയ്ബർ ആസ് യുവർ സെൽഫ്, ഇതിനകത്ത് വലിയൊരു എസൻസ് ഉണ്ട്. നമുക്ക് എപ്പോഴാണ് നമ്മുടെ നെയ്ബറിനെ സ്നേഹിക്കാൻ പറ്റുന്നത്? നമ്മുടെ അടുത്തുള്ള ആളെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ ആസ് യുവർ സെൽഫ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റണം ആദ്യം. പലപ്പോഴും അതിനുള്ളൊരു തടസ്സമെന്ന് പറയുന്നത് നമ്മളതിനെ ഒന്നുകിൽ അതിനൊരു സെൽഫിഷ് ആക്റ്റായിട്ട് കൺസിഡർ ചെയ്യും, ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ള ഒരു സെൽഫിഷ് ആക്റ്റാണ്. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ ടു ഫോക്കസ്ഡ് ആയിട്ട് അതിനെ ഫൈനൽ വേർഡായിട്ട് എടുത്ത് ഒരിക്കലും ഹോളിസ്റ്റിക് ആയിട്ട് നമുക്ക് സാധനത്തെ ഇത് ലാർജ് സ്കീം ഓഫ് അല്ലെങ്കിൽ ഗ്രാൻഡ് സ്കീം ഓഫ് തിങ്സിൽ നമുക്ക് നമ്മുടെ സാഹചര്യത്തെ കാണാൻ പറ്റാതെ വരുന്ന അവസ്ഥയിലാണ് നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ പറ്റാതെ പോകുന്നത്. നമ്മുടെ വില എന്ന് പറയുന്നത് യേശു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നേടിത്തന്നതാണ്. ആ വിലയുള്ള നമ്മളെ നമുക്ക് സ്നേഹിച്ചേ പറ്റുള്ളൂ. നമ്മുടെ സാഹചര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ഫൈനൽ വേർഡ് അല്ല, ഇതെന്റെ എൻഡ് പ്രോഡക്റ്റ് അല്ല. ഇതിന്റെ ഗ്രാൻഡ് സ്കീം ഓഫ് തിങ്സിൽ വന്നു പോകുന്ന ഒരു സീസൺ മാത്രമാണ്. ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ പറ്റും. നമ്മളെ തന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് പുറത്തോട്ട് പകർന്നു കൊടുക്കാൻ പറ്റും. അത് സ്റ്റാർട്ടിങ് വിത്ത് നമ്മുടെ ഫാമിലി, നമ്മുടെ കമ്മ്യൂണിറ്റി, പിന്നെ ലോകത്തിലെ എല്ലാവർക്കുമായിട്ട്. നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഏതൊരു വ്യക്തിയും നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിൻ്റെ സ്നേഹം കാണാനായിട്ട് ദൈവം നിങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. May God bless you wonderfully and abundantly. Take care.